ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തില് ഈശോയുടെ അടുത്ത് കുറെ പേര് വന്നിട്ട് പറയുകയാണ്, സ്നാപകയോഹന്നാന്റെ ശിഷ്യന്മാര് ഉപവസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവർ ഭംഗിയായിട്ട് ഉപവസിക്കുന്നുണ്ട്, ഭംഗിയായിട്ട് അവര് ഒരു പരിത്യാഗത്തിന്റെ ജീവിതമൊക്കെ നയിക്കുന്നുണ്ട്. ഫരിസയരുടെ ശിഷ്യരും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ നിന്റെ ശിഷ്യന്മാർ മാത്രം ഇങ്ങനെ തിന്നും കുടിച്ചുമൊക്കെ ജീവിക്കുകയാണ്. അവർ വലിയ പരിത്യാഗ പ്രവർത്തികളൊന്നും എടുക്കുന്നില്ല, ഉപവസിക്കുന്നില്ല, വലിയ കാര്യമായിട്ടൊന്നും കാണുന്നില്ല. ഈശോയുടെ ശിഷ്യന്മാരെ അവര് കുറ്റം പറയുകയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് താരതമ്യം നടത്തിയിട്ട് ഈശോയുടെ ശിഷ്യനെ കുറ്റപ്പെടുത്തുകയാണ്. ഈശോ എന്താണ് ചെയ്യുന്നത്? അവരോട് ചേർന്ന് കുറ്റപ്പെടുത്തുകയല്ല, മറിച്ച് ഈശോ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി അവിടെ പറയുകയാണ്, അല്ലെ വാദിക്കുകയാണ്, അല്ലെ ശിഷ്യന്മാരെ സപ്പോർട്ട് ചെയ്ത് ഈശോയോട് സംസാരിക്കുകയാണ്. നമ്മളൊരു ഇന്നത്തെ സുവിശേഷ ഭാഗം ചെയ്യുമ്പോൾ നമ്മൾ ആകെ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. എൻ്റെ പാപങ്ങളെ ഓർത്ത് എന്നെ കുറ്റപ്പെടുത്താനായിട്ട് ഇങ്ങനെ വെമ്പൽ കൊണ്ടു നിൽക്കുന്ന ഒരു ദൈവമല്ല എനിക്കുള്ളത്, മറിച്ച് എൻ്റെ പാപങ്ങളെല്ലാം ഞാൻ ദൈവത്തോട് ഏറ്റു പറയുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, ഇതിൽ എന്നോട് കരുണ കാണിക്കുന്ന ഒരു ദൈവമാണ് എനിക്കുള്ളത്. മറ്റുള്ളവര് നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ ആ കുറ്റപ്പെടുത്തലുകളെ പ്രതി നമ്മളെ ശിക്ഷിക്കാനായിട്ട് കാത്തു നിൽക്കുന്ന ഒരു ദൈവമല്ല ഉള്ളത്, മറിച്ച് നമ്മളോട് കാരുണ്യം കാണിക്കാനായിട്ട് കാത്തു നിൽക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ പാപങ്ങൾ നമ്മൾ ഏറ്റു പറയുകയാണെങ്കിൽ, നമ്മുടെ ബലഹീനതകൾ നമ്മൾ ദൈവത്തോട് ചേർത്ത് വെക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. ദൈവം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ദൈവമാണ്, ശിക്ഷിക്കാനായിട്ട് കാത്തു നിൽക്കുന്ന ഒരു ദൈവമല്ല. ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.